വ്ളോഗ്സ് ഒരു പുതിയ അപ്ഡേറ്റ് ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. അതായത് 2-3 ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് റെഡിയാക്കാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. അതായത് വേറെ എവിടെയല്ല, വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. വാളിൽ കുറച്ച് ബുക്സ് വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ചെറിയൊരു ചെടിച്ചട്ടി, ഇത്ര ചെറിയ സൈസിലൊരു ചെടിച്ചട്ടി ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ക്രാഫ്റ്റൊക്കെ നോക്കി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ചെടികൾ എപ്പോഴും നാച്ചുറലായിട്ടുള്ള ചെടികൾ അല്ലെങ്കിൽ ഫ്ലവേഴ്സൊക്കെ വന്ന് ഇങ്ങനെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലിങ്ങനെ കാണാനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എനിക്ക് ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ നോർമലി ഈ ടെറസിലാണ് വരാറുള്ളത്. പക്ഷെ ഇവിടെ ഭയങ്കര വെയിൽ കാരണം എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ടൊന്ന് ലോങ് വീഡിയോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈറ്റിംഗ് ഉണ്ട്. പക്ഷെ വെയിൽ കാരണം നമുക്കത് പറ്റില്ല. അപ്പോൾ കറക്റ്റ് ഒരു ഷെയ്ഡും കൂടി വേണം. നമ്മുടെ കണ്ണിലോട്ട് ഇങ്ങനെ ഷെയ്ഡ് അടിക്കുമ്പോൾ കണ്ണിങ്ങനെ മങ്ങുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഒരു ഈവനിങ് ടൈമാണ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് പറ്റുള്ളൂ. ഒരു 4:30 to 5:30 അങ്ങനെയൊക്കെ ആയിരിക്കും പെർഫെക്റ്റ് ആയിട്ട് വരിക. പിന്നെ ഞാൻ ടൈം നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാറില്ല കേട്ടോ വീഡിയോസ്. അതായത് ഓഡിയൻസ് ടൈം നോക്കിയിട്ട്, നിങ്ങൾ യൂട്യൂബിൽ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ടൈം നോക്കി അപ്ലോഡ് ചെയ്തോളൂ. പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യാത്ത റീസൺ എന്ന് വെച്ചാൽ എനിക്ക് ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും എൻ്റെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് കേട്ടോ ഇന്നത്തെ ഈവനിങ് വ്ളോഗ്. അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നമ്മുടെ കുഞ്ചും ഉണ്ട് കേട്ടോ കൂടെ. ഹായ് പറയൂ. ഓക്കെ ഓക്കെ, ആളെന്തോ ഒരു പരീക്ഷണത്തിലാട്ടോ. അപ്പോൾ അതിൻ്റെ ഇതിലാണ്. ഇന്നതേ കുറച്ച് വെയിൽ കുറവുണ്ട് കേട്ടോ. ഞാൻ ഈ സൈഡ് വന്നിട്ട് ഒരു 2 ദിവസം തോന്നുന്നു. ഞാനൊരു സത്യസന്ധമായ കാര്യം പറയട്ടെ, വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ, ലോങ് വീഡിയോസൊക്കെ ചെയ്യുന്നവരെ. കാരണം തൊണ്ട നല്ല പണി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തിരി വോയിസൊക്കെ റെഡ്യൂസ് ചെയ്യാം കേട്ടോ. എന്താ? ഇല്ല, അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഇത് ഇവിടെ പോത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിങ്ങനെ പുല്ല് തിന്നിട്ട് പോവാട്ടോ. എത്ര പറഞ്ഞാലും മാടല്ല, അത് പോത്ത. സിറ്റൗട്ടിലോട്ട് പോവാം. യെസ്, നല്ല ടെക്സ്ചർ തന്നെ. എന്റെ ചെരുപ്പന്റെ ഇടാതെ വന്ന് ഇവിടെ വ്ളോഗ് ചെയ്യുന്ന സ്ഥലം. ഓക്കെ വാ, സോഫ്റ്റ് മണ്ണായി കണ്ടുപിടിച്ചു. നല്ല ടെക്സ്ചേഴ്സ് ഷാഡോയിൽ പോയിട്ട് അവിടെ സോഫ്റ്റ് മണ്ണാണ്. സോഫ്റ്റ് കൂടെ ക്ലിയർ. ആക്ച്വലി ഒരു കല്ലുമില്ല. മണ്ണിന് ടെക്സ്ചർ ആണെങ്കിൽ പെർഫെക്റ്റ് ആണ്. കുറച്ച് ഇതിനെക്കാട്ടി സോഫ്റ്റ് മണ്ണിൽ മിക്സ് ചെയ്തത് ഒരു കുഞ്ഞ ബിറ്റ് കല്ല് വിരിക്കുമ്പോൾ കല്ലാണെങ്കിൽ അവൈലബിൾ ആവില്ല. പക്ഷെ ഇത് പെർഫെക്റ്റ് സാൻ. വെൽക്കം ബാക്ക് ടു മദർ ക്രിയേറ്റീവ്സ്. എല്ലാവരുടെയും ചൂടായതുകൊണ്ട് ഞാനും കുഞ്ചൂത ഇവിടെ തണൽ കിട്ടാനായിട്ട് ഈ സൈഡിലോട്ട് വന്നിരിക്കുക കേട്ടോ. കുറച്ചു നേരം ഞങ്ങളിങ്ങനെ എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിട്ടിരിക്കും. അല്ലേടാ? ഗെയിംസ് കളിക്കും. ഏതൊക്കെ ഗെയിംസ് കളിക്കാം നമ്മള്? ചാരങ്കോരി. ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ 90s ടൈമിലുള്ള ഒരു ഗെയിം ആയിരുന്നു കേട്ടോ. ഓർമ്മയാണ്. അവര് ആൽഫ ജനറേഷൻ ആട്ടോ, അതുകൊണ്ടാണ് 90s ബോൺ ചെയ്ത് പറഞ്ഞത്. പിന്നെ പറ, ഏതൊക്കെ ഗെയിംസ് സ്കൂളിൽ ഏതൊക്കെ ഗെയിംസ് കളിക്കുക? എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ എനിക്ക് ഗെയിംസ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് എന്ത് കഴിഞ്ഞാൽ ഇവിടെ കേരളയിലെ ബിലോങ്ങിലല്ല അതിന്. അപ്പോൾ ഞാനാണ് എൻ്റെ ഫ്രണ്ട്സിന് ഒരു സ്പെഷ്യൽ ഗെയിം പഠിപ്പിക്കാറുണ്ട്. എന്തായിരുന്നു അത്? സാം ജോഡി, സപ്പാൻ ജോഡി. ഇപ്പൊ മാതിരി ആണ്ടിക്ക് അത് പഠിപ്പിക്കും.
ഇല്ല, ആൻറ്റിക്ക് അറിയാതെ. ഞാൻ തരം ഏ പറഞ്ഞു. ഓക്കെ. ഞാൻ ടയറിൽ നേരെ ഗെയിം കളിക്കട്ടെ. ഞാൻ ടയറിൽ ഗെയിം കാണിക്കട്ടെ. കാണിച്ചു. വീഴരുത് കേട്ടാ. ഞാൻ ഓൾറെഡി ട്രൈഡ്. ഓക്കെ. ഒരു ചാടല്. ഇപ്പൊ ഞാൻ ബാക്കിൽ പോവാ. ഓക്കെ ഓക്കെ. വെരി ഗുഡ്. ഇപ്പം ആദ്യ ക്രിയേറ്റീവ്സിന്റെ കൂടെ ഞാൻ കുക്കിംഗ് ഗെയിം കളിക്കാൻ പോവാം. ഓക്കെ. ഇതാണ് ബ്രിട്ടന്റെ ഫുഡ്. എന്ത് ഫുഡാണ്? ബ്രിട്ടൻ്റെ. ഈ മണ്ണുകളിൽ കൂടെ പൂക്കളൊക്കെ ചേർത്തിട്ട് അത് ഉണ്ടാക്കില്ലേ, ഇതാണ് പ്ലേറ്റ്. പ്ലേറ്റ് എടുക്കട്ടെ. പക്ഷേ ഫസ്റ്റ് ഓർഡർ ഞാൻ ചോദിക്കുന്നത് പേപ്പറാണ് ഓർഡറിങ് മെനു. ഓക്കെ. ഏതാ മാതിരി ക്രിയേറ്റീവ്സ്? എനിക്ക് ഗ്രീൻ മതി. ബിരിയാണി. ബിരിയാണി. ചിക്കനും വേണം കേട്ടോ. ഓക്കെ. ചിക്കൻ ആണെങ്കിൽ പൂക്കളാവും. ശരി, പൂക്കളായി മതി. 5 minutes പോലെ എടുക്കും. ഞാൻ പോയിട്ട് ചിക്കനൊക്കെ കണ്ടുവരട്ടെ. അതുവരയ്ക്ക് സംസാരിച്ചോ. ചിക്കനൊക്കെ കൊണ്ടുവന്നു. ഈ പൂക്കളാണ് ചിക്കൻ ഗെയിം. ഇതിന്റെ കളറും കുഞ്ചുവിന്റെ ഡ്രസ്സിന്റെ കളറ് സെയിം ആണല്ലോ. കറക്റ്റ്. ഞങ്ങളില്ലേ ഇതിന് പണ്ട് പറയുന്നത് ചോറും കറിയും വെച്ച് കളിക്കാന്നാ പറയാ. സാധനത്തിന് ഇലയിൽ കളിക്കും ഞങ്ങൾ പണ്ട്. കഴിച്ചു. ഓക്കെ. ഇനി നെക്സ്റ്റ് ഓർഡർ വേണം. ജ്യൂസ് വേണം. ജ്യൂസ് വേണം. മണ്ണ് വിചാരിച്ചു. കാൻഡിൽ വേണം. കാൻഡിൽ വേണ്ട. ഒട്ടിപ്പിടിച്ചു. പക്ഷെ ജ്യൂസിന് കുറച്ച് സമയം എടുക്കും. കാൻഡിലാണ് ജ്യൂസ് ചെയ്തത്. ഓക്കെ. ജ്യൂസ് കപ്പിരിക്കണം. ഇന്നാ കാൻഡിലാണ് ജ്യൂസ് ചെയ്തത്. ഓക്കെ. ഇതാട്ടോ നമ്മുടെ ജ്യൂസാണ്. എന്ത് ജ്യൂസാണ്? ഓറഞ്ച് ആണോ അതോ ഗ്രേപ്സ് ആണോ? ഏതാ നിന്റെ ഫേവറേറ്റ്? പൈനാപ്പിൾ ആക്കിയാലോ? ഓക്കെ. പൈനാപ്പിൾ ജ്യൂസ് ആണ് കേട്ടോ. പക്ഷെ ഇത് ഗ്ലാസിന്റെ കളറാണ്. ജ്യൂസ് ഇതിന്റെ ഉള്ളിലാട്ടോ. ശരി. കാൻഡിൽ തന്നെ. ഓക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വാക്സി ജ്യൂസ് ആണ് കേട്ടോ. നന്നായിട്ടുണ്ട്. കുറച്ച് ഗ്രേപ്പ് ജ്യൂസ് പോലെ തീപ്പെട്ടിയാണ് മാതിരി രണ്ടിന്റെ കാർഡ്. ഓക്കെ. ഓക്കെ. Excuse me, matches go in the bench box. ഇതെനിക്ക് തരും. Thank you. And a juice for free. Okay, thank you. Thank you. You're welcome. എങ്ങനെ താങ്ക് യു എന്ന് പ്രൊണൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞതാ? എനിക്ക് അറിയില്ല. താങ്ക് യു. താങ്ക് യു ഇല്ല, അതിന് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യാ? താങ്ക്സ്. യു എന്നാക്കേണ്ട ആവശ്യമില്ല. ക്യൂ അല്ലേ ലാസ്റ്റ് വേർഡ്. അപ്പൊ യു തന്നെയാണ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഓക്കെ. താങ്ക് യു. താങ്ക് യു. യൂസിലാണ്. ഓക്കെ. ഇനി ഞാൻ ടെസ്റ്റ് ചെയ്യ്. ഈ മണ്ണ് അത് നേരെ ബിരിയാണി ആക്കി. ഈ മണ്ണ് ഞാനിപ്പോൾ കുറച്ച് എടുക്കാം. ഒരു പൈരി. ഈ മണ്ണിലാണെങ്കിൽ വെള്ളം ചേർത്തിയപ്പോൾ എന്താവണം നോക്കാം. അതാണ് ഇപ്പോൾ വരുന്നത്. ഈ സോഫ്റ്റ് മണ്ണില്ലേ, വെള്ളം ചേർത്ത് അത് ചോറാവും. ചോറ് തന്നെ ബിരിയാണി. നമ്മളിപ്പോ നോക്കാം. അത് വേണ്ടി ഫ്രണ്ട് ക്യാം. നമ്മുടെ പീപ്പിക്കുട്ടനെ എത്തിയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇത് ഇവരൊരു കുട്ടി ചെമ്പരത്തി ചെടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോക്സ് ആണ്. അതില് കുറച്ച് മണ്ണ് ഇട്ടിട്ട് ചെമ്പരത്തിയുടെ സ്റ്റെമ്മ് ഞാൻ പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുടിയൊക്കെ നല്ല കോലത്തിലാട്ടോ കിടക്കുന്നത്. അതായത് കുളിച്ചിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ഒരാളിത് ഞാൻ വ്ളോഗ് പിടിക്കുന്ന കണ്ടിട്ട് ഇപ്പൊ ഫുൾ ടൈം ഫോണിലാട്ടോ. എന്റെ ഫാൻസ് അസോസിയേഷൻ ആട്ടോ ഇവര് രണ്ടുപേരും. യെസ്, ഹെൽപ്പറാണ്. അതെ.
ആൻറ്റിയാണ് ഹെൽപ്പർ ട്ടാ. നമ്മൾ രണ്ടുപേരാണ് ഹെൽപ്പർ. ഓക്കെ, നമ്മൾ രണ്ടുപേരുമാണ് ഹെൽപ്പർ. ഓക്കെ, ഞാനും പ്രതികയാണ് ഹെൽപ്പർ. അപ്പൊ ഇത് ഞങ്ങൾ കുറച്ച് തണല് കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരുന്നു കേട്ടോ. ഒരു ജീപ്പാണ് ഇവിടെ. ഓക്കെ, ഇതാ നമ്മുടെ ഗാർഡന്റെ അവസ്ഥ ഞാൻ കാണിച്ചത്. ഈ സൈഡ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, ആ സൈഡ് മാത്രം വെള്ളം ഒഴിച്ചുള്ളൂ. കാരണം ഇവിടേക്ക് ഭയങ്കരമായിട്ട് വെയിൽ കൂടുതലായിട്ട് വരുന്നു. തന്നെ ചേനുണ്ട്, പക്ഷെ ഞാൻ ഓൾറെഡി വീണിട്ട് ഇവിടെ വേനിക്കുണ്ട്. എവിടെ വേഞ്ചിനെ? ഇവിടെ ഇവിടെയാ, നോക്കട്ടെ എന്തായത് അവിടെ. ഈ ജീപ്പിലാണെങ്കിൽ ഒരു ഗോസ്റ്റിന്റെ പോലെ ലൈറ്റ് ഉണ്ട്. ആരാണോ ഗോസ്റ്റ്? ബ്ലൂ കളർ ലൈറ്റ്, ഒരു ഗോസ്റ്റിനെ പോലെ ടിങ്ക്ലിംഗ് ആണ്. ആ ഗോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വർക്ക് ആവില്ല, അതാണ്. ഗോസ്റ്റ് ഒരു ലൈറ്റിന്റെ ഉള്ളിൽ പോലെ ലൈറ്റ് ഒരു ലൈറ്റ് ആണെങ്കിൽ വിയർഡ് പോലെ ആക്ടിങ് ആണ്. ബാക്ക് ക്യാം ഓൺ ചെയ്യട്ടെ. ഈ ലൈറ്റ് ആണ് നേരെ ഗോസ്റ്റിനെ പോലെ ആക്ടിങ് ചെയ്യുന്നത്. ബ്ലൂ കളർ തന്നെ, പക്ഷെ നോക്ക്, കണ്ടില്ലേ? ഞാൻ ഓഫ് ചെയ്തിട്ട് തിരിച്ചു കാണാമോ? ക്യാമറ കൂടി നോക്കിട്ട് അതിൽ കറക്റ്റ് വരുന്നുണ്ടോ നോക്കണം. ഓഫ് ചെയ്യുമ്പോ വരൂല്ല. ഞാനാണെങ്കിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യേണ്ടതാ, പക്ഷെ ഇപ്പൊ പറ്റാവില്ല ഇത്. അതിന് നെക്സ്റ്റിൽ ഞാൻ ഡാർക്ക്നെസ് ഫുള്ളി ഇടും, അതിന് ഈ ലൈറ്റ് ഹാൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് ആ ലൈറ്റ് കാണിച്ചില്ലേ, ആ ലൈറ്റ് തന്നെ എല്ലാ സാധനം പ്രോബ്ലം ഒക്കെ ഈ ജീപ്പിൽ ഉണ്ടാക്കണേ. ആക്ച്വലി അതിൻ്റെ ഹോൺ അതൊക്കെ നേരെ ഇപ്പൊ നെക്സ്റ്റിലാക്കി. ഈവനിങ്ങിനുള്ള ചായ വെക്കാനായിട്ട് പോവാ കേട്ടോ. സോ ഞാൻ പാലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, സെറ്റാക്കിയിട്ട് ഇൻഡക്ഷനിൽ. അപ്പൊ ഇനി ഒന്ന് പൊടിയിട്ട് വെക്കണം. ഇതിന് പാലൊന്ന് ചൂടാക്കാനായിട്ട് ഓണാക്കുക കേട്ടോ. ഈവനിങ് വ്ലോഗ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു പുതിയൊരു അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈയിടെ ഒന്ന് യൂട്യൂബിൽ എടുത്ത് നോക്കിയതായിരുന്നു കേട്ടോ. ഒരു 7 ദിവസം മുമ്പ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു തോന്നുന്നു. പുതിയ ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ. സാധാരണ 1000 ആകുമ്പോഴായിരിക്കും ചാനൽ മൊണറ്റൈസ് ആവുകയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ 500 തന്നെ 3000 വാച്ചവേഴ്സ് വന്നു കഴിഞ്ഞാൽ മൊണറ്റൈസ് ആവുമെന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം ഷോർട്സ് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. എൻ്റെ ഇപ്പോൾ എഡിറ്റിംഗ് ഭയങ്കര ബോറായി വരുന്നുണ്ട് എന്നറിയാം. കാരണം എനിക്ക് ടൈം ലിമിറ്റ് ഉണ്ട് ഞാൻ പല വീഡിയോസിലും പറയുന്നത്. കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ വീഡിയോസ് എടുത്ത് പിടിക്കുന്നു, അപ്പം അപ്ലോഡ് ചെയ്ത് വിടുകയാണ്. കാരണം എനിക്ക് ഈ വീഡിയോ പിടുത്തം മാത്രമല്ല, ഇത് കൂടാതെ വേറെയും പണികളുണ്ട് കേട്ടോ. അതുകൊണ്ടായിരുന്നു ഞാൻ എഡിറ്റിംഗ് കുറച്ച് ബാക്കിലോട്ട് വന്നത്. ഇനി ഞാൻ റീസെൻ്റായിട്ട് യൂട്യൂബിൽ ഫുൾ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസ് നോക്കിക്കൊണ്ടേ കേട്ടോ. എന്നാലേ എനിക്കത് ടച്ച് വിടാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി, ഷെയർ ചെയ്താൽ മതി, സബ്സ്ക്രൈബ് ചെയ്താൽ മതി. താങ്ക്